നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്യധികം ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണമെന്ന് BJP ദേശീയ നേതാവ് അനൂപ് ആന്റണി പറഞ്ഞു. പ്രവാസികളുടെ അഭിപ്രായങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സമൂഹത്തിനും പ്രചോദനമായേക്കാമെങ്കിലും അതിൻ്റെ സ്വാധീനം പരിഗണിച്ചുകൊണ്ടായിരിക്കണം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. സോഷ്യൽ മീഡിയ ഒറ്റയടിക്ക് വിചാരങ്ങളും നിലപാടുകളും പരസ്യമാക്കുന്ന വേദിയായതിനാൽ അവയെ വിവേചന ബുദ്ധിയോടെയും ചിന്തിച്ചു മനസ്സിലാക്കിയ ശേഷമാകണം ഉപയോഗിക്കേണ്ടതെന്നും അനൂപ് ആന്റണി ഓർമ്മിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും പ്രസക്തിയും ഏറി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭാരതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് ആളുകൾക്ക് അവിടെ വിരൽ തുമ്പിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു മാധ്യമമായിട്ട് ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ, സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ പ്രവാസ ലോകത്തിരിക്കുന്നവർക്ക് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുകയും വേണം. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രവാസ ലോകത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും വിവേചന ബുദ്ധിയോടുകൂടി വേണം ഏത് വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നത് കൂടി നമ്മൾ ചിന്തിച്ച് ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളോടൊപ്പം ഭാരതത്തിൻ്റെ സർക്കാർ ഉണ്ട്. എന്നിരുന്നാൽ പോലും പ്രവാസികളോട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു കാര്യം, പലപ്പോഴും ആ വിവേചന ബുദ്ധിയോടുകൂടി ഒരല്പം ക്രിട്ടിക്കൽ തിങ്കിങ്ങോടുകൂടി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പലപ്പോഴും ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് അത് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വളരെയധികം വില അർഹിക്കുന്നതാണ്. ഭാരതത്തിലിരിക്കുന്ന 140 കോടി ജനതയ്ക്ക് എന്നും പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ഈ പ്രവാസ ലോകത്ത് നിന്ന് പ്രവാസികൾ നൽകുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ. വിവേചന ബുദ്ധിയോടുകൂടി പലപ്പോഴും പല വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രവാസ ലോകത്തുള്ളവരോട് നൽകാനുള്ള ഒരു ചെറിയ സന്ദേശം ഇതാണ്: ആ വിവേചന ബുദ്ധിയോടുകൂടി മാത്രം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതോടൊപ്പം തന്നെ അഡ്വേഴ്സിറ്റിയുമാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി പാർട്ടിനെ മാത്രം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസികളുടെ നിക്ഷേപ സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ശ്രദ്ധേയമാണെന്നും കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ദേശമായി മാറിയെന്നും അനൂപ് ആന്റണി പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപത്തിന് ചില പരിമിതികളുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ സംരംഭങ്ങൾ തുടങ്ങാൻ നിരവധി സാധ്യതകളുണ്ടെന്ന് അനൂപ് ആന്റണി ചൂണ്ടിക്കാണിക്കുന്നു. പ്രവാസികൾക്കായി രൂപകൽപ്പന ചെയ്ത PLA സ്കീം ഉൾപ്പെടെയുള്ള ധനസഹായ പദ്ധതികൾ വളർച്ചയുടെ വാതിലുകളാണ് തുറക്കുന്നതെന്നും വിവിധ മേഖലകളിലായി നിരവധി പ്രവാസി സൗഹൃദ പദ്ധതികൾ നിലവിലുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രവാസികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയും അതൊരു ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഒരു പ്രവാസ ജീവിതം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു വലിയൊരു വരുമാനത്തിൻ്റെ ഒരു മേഖലയായിട്ട് കൂടി ഭാരതത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രവാസികൾ കാണണം. കാരണം കഴിഞ്ഞൊരു 11 വർഷത്തിൽ ഭാരതത്തിലുണ്ടായ അഭൂതപൂർവമായ മാറ്റം ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പരിമിതികൾ, ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടൊരു സംസ്ഥാനമല്ല കേരളം ഇപ്പോഴും. എന്നിരുന്നാൽ കൂടിയും കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാട്ടിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും നിരവധി മേഖലകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബൂം ചെയ്യുന്ന പല സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ്, അല്ലെങ്കിൽ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ്. ഇപ്പോൾ സെമി കണ്ടക്ടറിന് വേണ്ടി മാത്രം PLI എന്ന് പറയുന്ന ഒരു സ്കീം തന്നെയുണ്ട്. ആ PLI സ്കീമിൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലേക്ക് പുതിയ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് ആ കേന്ദ്ര സർക്കാരിൻ്റെ PLI സ്കീം വഴിയുള്ള ധനസഹായം നൽകിക്കൊണ്ട്, സബ്സിഡികൾ നൽകിക്കൊണ്ട്, ലോണുകൾ നൽകിക്കൊണ്ട്, പല ഗ്രാൻറ്റുകൾ നൽകിക്കൊണ്ടുള്ള സ്കീം PLAയുടെ കീഴിലുണ്ട്. ആ PLA സ്കീം ഉപയോഗിച്ചുകൊണ്ട് പല പദ്ധതികളും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലും മറ്റു തരത്തിലുള്ള സോളാർ മാനുഫാക്ചറിങ് ഇങ്ങനെയുള്ള രംഗത്തേക്ക് നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ട്, ഈ PMEGP. ഇതൊരു വലിയ പദ്ധതിയാണ്. 2 കോടി രൂപ വരെയുള്ള ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല പദ്ധതിയാണ് PMEGP. നരേന്ദ്രമോദി സർക്കാർ അതുവഴി ഇപ്പം ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ, അല്ലെങ്കിൽ ചെറുകിട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഈ പദ്ധതി വളരെ അനായാസമായി ലഭിക്കുന്ന പദ്ധതികളാണ്. പ്രവാസികളുടെ വൻതോതിലുള്ള നിക്ഷേപ സാധ്യതകൾ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ പ്രോഗ്രാം.
ഓരോ നിക്ഷേപകരെയും വ്യക്തിഗതമായി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിക്ഷേപത്തിന് അനുയോജ്യമായ മേഖലകൾ തിരിച്ചറിയാനും അതിനായി ലഭ്യമായ വിവിധ ധനസഹായ സ്കീമുകൾ വ്യക്തമാക്കാനും പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഇൻവെസ്റ്റ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രവാസികൾ സംരംഭകരായി മാറുന്നതിന് ഇതുവഴി പുതിയ വാതിലുകൾ തുറക്കുകയാണെന്ന് അനൂപ് ആന്റണി കൂട്ടിച്ചേർത്തു. ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഇൻവെസ്റ്റ് ഇന്ത്യ പ്രോഗ്രാമിൻ്റെ കീഴിൽ ഭാരതത്തിലേക്ക് വരുന്ന ഓരോ നിവേശവും ഓരോ നിവേശകനെയും കൈപിടിച്ച് ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അതിന് തത്തുല്യമായിട്ടുള്ള ഭാരത സർക്കാരിൻ്റെ സഹായങ്ങൾ ഏതൊക്കെ സ്കീം വഴി ലഭിക്കും എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു നൽകുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റ് ഇന്ത്യയുടെ സാധ്യതകളിലേക്ക് പ്രവാസികൾക്ക് തിരിഞ്ഞു നോക്കാവുന്നതാണ്. ഇൻവെസ്റ്റ് ഇന്ത്യയുമായി ബന്ധപ്പെടാം, വളരെ സുഗമമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പേഴ്സ് ഉണ്ട്, അവരിലേക്ക് ഇമെയിൽ അയക്കാനുള്ള ഇമെയിൽ ID ഉണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ സുഗമമായ രീതിയിൽ അവർക്ക് മറുപടി നൽകും. കൈപിടിച്ച് ഒരു ഹാൻഡ് ഹോൾഡിംഗ് ചെയ്തുകൊണ്ട് ഈ വേണ്ട രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, എവിടെ നടത്താം, എങ്ങനെ നടത്താമെന്ന് ഇൻവെസ്റ്റ് ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിരുന്നുണ്ട്. സ്വദേശത്തേക്ക് പഠനത്തിനായി തിരിച്ചെത്തുന്ന ചെറു പ്രവാസികൾക്ക് സംരംഭകത്വം എന്ന വഴിയിൽ പുതിയ സാധ്യതകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ചെറുപ്പക്കാർ അവരുടെ ആശയങ്ങൾ ബിസിനസ് മോഡലുകളാക്കി രൂപപ്പെടുത്തുന്നതിനും വിപണിയിലെത്തി വളരുന്നതിനും ആവശ്യമായ ഫണ്ടിംഗ്, ഇൻകുബുലേഷൻ, പരിശീലനം തുടങ്ങിയ പിന്തുണകൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ഉറപ്പു നൽകുന്നു. വികസിത ഇന്ത്യ 2047, വികസിത കേരളം എന്നീ ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് പ്രവാസി സമൂഹ നിക്ഷേപങ്ങളിലൂടെ നിർണായകമായ പങ്കുവഹിക്കണമെന്ന് അനൂപ് ആന്റണി വ്യക്തമാക്കി. സംരംഭങ്ങളിലൂടെയും നൂതന ആശയങ്ങളിലൂടെയും നാടുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുവാനും തികച്ചും സാമ്പത്തികമായി ആത്മനിർഭരരാകാനും ഈ പദ്ധതികൾ വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, പ്രവാസ ലോകത്തുള്ള ചെറുപ്പക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഭാരതത്തിലേക്ക് ചേക്കേറുന്ന ചെറുപ്പക്കാരാണ്. അവർ കോളേജുകൾ പഠിക്കുന്ന സമയം മുതൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ചെറുപ്പക്കാർക്ക് വലിയൊരു എക്സ്പോഷർ ഉള്ളതുകൊണ്ട് പുതിയ ഐഡിയാസ് ഭാരതത്തിൽ തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായിട്ട് ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഇന്ത്യ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒരു ഹാൻഡ് ഹോൾഡിങ്ങും മെൻറ്ററിങ്ങും മാത്രമല്ല, നിരവധി ഫണ്ടുകളും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കീഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കും. ആ ഫണ്ടുകളും അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഇൻക്യുബേഷൻ സർവീസുകളും സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള ഒരു വ്യവസായം തുടങ്ങാനുള്ള വ്യക്തിക്ക് പോലും ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ NRIക്ക് മുദ്രാ ലോൺ എന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖല NRIs ആണ്. അപ്പോൾ NRIസിന് മുദ്രാ ലോൺ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ 10 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ ലഭിക്കും. വരുന്ന കാലങ്ങളിൽ അത് 20 ലക്ഷമാവും. അതുകൊണ്ടൊരു ഏറ്റവും ചെറിയ ഒരു വ്യവസായിക്ക് പോലും കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ നാട്ടിൽ വന്നൊരു വ്യവസായം തുടങ്ങാൻ ഇന്ന് മുദ്രാ ലോൺ വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി അവന്യൂസ് ഇന്ന് ഭാരത സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രയോജനം നമ്മുടെ NRI സമൂഹം, പ്രവാസി സമൂഹം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ വികസന യാത്രയിൽ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യവും കേരളത്തിലെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കും നിങ്ങളുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ കൂടി ഈ പല സ്കീമുകളും പദ്ധതികളും വഴി നിങ്ങൾ നടത്തണം. കേരളം ഇന്നും ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സംസ്ഥാനമായി മാറാൻ നിരവധി വെല്ലുവിളികളാണ് നേരിടുന്നത്. നോക്കുകൂലി പോലുള്ള അഴിമതിയും ട്രേഡ് യൂണിയൻ ഗുണ്ടായിസവും പലപ്പോഴും നിക്ഷേപ ഭീഷണിയാകുന്നു. എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെതായി നിരവധി നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് സംസ്ഥാന സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാതെ തന്നെ. വികസിത കേരളം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘകാല ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഹെൽപ്പ് ഡെസ്ക് സംവിധാനം സംരംഭകർക്ക് മുഴുവൻ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭ്യമാകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കാലങ്ങളായി നടന്നു വരുന്ന CPMൻ്റെ ആ ഒരു വ്യവസായ വിരുദ്ധ നയം
നമുക്കറിയാം നോക്കുകൂലി പോലുള്ള സമ്പ്രദായങ്ങൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം പലപ്പോഴും അതിര് കടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയുമാണ് കേരളത്തിൽ പല വ്യവസായങ്ങളും തുടങ്ങുന്ന പല ആന്തൂറിലെ സാജൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത്, പല വ്യവസായികൾക്കും കേരളം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ഇപ്പോൾ PMEGP ഞാൻ പറഞ്ഞു, അത് തീർത്തും സംസ്ഥാന സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത പദ്ധതികളാണ്. അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലും വേണ്ട. അങ്ങനെയുള്ള നിരവധി സ്കീമുകൾ ഇൻവെസ്റ്റേഴ്സിന് കേരളത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുമാത്രവുമല്ല, എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടിയിട്ട് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലും ഒരു സംവിധാനവുമുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വഴിയും നമുക്ക് പല സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പുതിയ സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വികസിത കേരളം ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയാണ്. എല്ലാ ജില്ലാ തലങ്ങളിലും ഇപ്പോൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരികയാണ്. ഈ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഏത് പദ്ധതിയുടെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രവുമല്ല, എവിടെയെങ്കിലും ആരെങ്കിലും ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ബാധകൾ നിങ്ങളുടെ വ്യവസായം നടത്താൻ വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും നിങ്ങൾക്ക് നൽകാൻ കൂടി ഈ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം നിങ്ങൾക്ക് സഹായിക്കും. വികസിത കേരളം എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, പ്രത്യാശയുടെയും മുന്നേറ്റത്തിൻ്റെയും പ്രക്രിയയാണ്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളെ പ്രയോജനപ്പെടുത്തി പ്രവാസികൾ ഇന്ത്യയിലെ സംരംഭവൽക്കരണത്തിന് നേതൃത്വം നൽകണമെന്നും അതിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അനൂപ് ആന്റണി ഉറപ്പിച്ചു പറയുന്നു. വ്യവസായികളോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. വ്യവസായം വളർന്നാൽ മാത്രമേ, ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നാൽ മാത്രമേ തൊഴിലുകൾ ഉണ്ടാവുകയുള്ളൂ. തൊഴിലുണ്ടായാൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഫോർമുലയാണ് കേരളത്തിന് ഇനി വേണ്ടത്, വികസിത കേരളത്തിൻ്റെ മോഡൽ. നമ്മൾ ഇത്രയും നാളും കേട്ടത് കേരള മോഡൽ എന്ന് പറഞ്ഞ് കേട്ടിരുന്നത് അഴിമതിയുടെയും വികസനമില്ലായ്മയുടെയും ഇൻഡസ്ട്രി വിരുദ്ധതയുടെയും വ്യവസായ വിരുദ്ധതയുടെയും മോഡലായിരുന്നു. ഇനി വരാൻ പോകുന്ന മോഡൽ, ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന മോഡൽ എന്ന് പറയുന്നത് വികസിത കേരളം മോഡലാണ്. ആ വികസിത കേരളം മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, ഇൻഡസ്ട്രി ഫ്രണ്ട്ലിനെസ്സിൻ്റെ, തൊഴിൽ ഉണ്ടാക്കുന്നതിൻ്റെ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ, അല്ലെങ്കിൽ ജോബ് സീക്കേഴ്സിന് പകരം ജോബ് ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നതിൻ്റെ വികസിത കേരളം മോഡലാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് തേടാവുന്നതാണ്. പ്രവാസികൾ ഭാരതത്തിൻ്റെ സമഗ്ര വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സമൂഹമാണ്. മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവാസികൾക്കായുള്ള നിക്ഷേപവും സംരംഭ വികസനവും പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇൻവെസ്റ്റ് ഇന്ത്യ, മുദ്രാ ലോണുകൾ, PLA സ്കീം തുടങ്ങി നിരവധി പദ്ധതികൾ പ്രവാസി സംരംഭകർക്കായി പുതിയ വാതിലുകൾ തുറക്കുന്നു. സ്വന്തമായ സംരംഭങ്ങളിലൂടെ നാട്ടിനോട് ബന്ധം ശക്തമാക്കുകയും ദേശീയവും സംസ്ഥാന തലവും ഉൾപ്പെടെയുള്ള വികസന ലക്ഷ്യങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ട സമയമാണിത്. ന്യൂസ് അപ്ഡേറ്റ്. ടെക് പ്രേമികൾക്കായി നവീന സാങ്കേതികതയുടെ ലോകത്തേക്ക് ഒരു പുതുസഞ്ചാരമായി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ലെറ്റ്സ് കണക്ട് ടെക് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചു. കുവൈറ്റിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലുമായി ജൂലൈ 8 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സ്മാർട്ട് ഫോൺ മുതൽ AI ഗാഡ്ജറ്റുകൾ വരെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കുമാണ് വേദിയാകുന്നത്. നവീന ടെക്നോളജിയുടെയും ഉപകരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലെറ്റ്സ് കണക്ട് ടെക് ഫെസ്റ്റിവലിന് തുടക്കമായി. കുവൈറ്റിലുടനീളമുള്ള എല്ലാ ലുലു ഔട്ട്ലെറ്റുകളിലും ജൂലൈ 8 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ സ്മാർട്ട് ഫോണുകൾ, IT ഗാഡ്ജറ്റുകൾ, ആക്സസറികൾ എന്നിവയുടെ വ്യത്യസ്തവും വിപുലവുമായ കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. ലുലു ഖുറൈൻ ഔട്ട്ലെറ്റിൽ പ്രശസ്ത ടെക് വ്ളോഗർമാരുടെയും ലുലു കുവൈറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ജീവിതത്തിൽ AI സംയോജനം പ്രകടമാക്കുന്ന സംവേദനാത്മക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോം ഫെസ്റ്റിവലിന്റെ ശ്രദ്ധേയമായ ആകർഷകമാണ്. As of my last update in 2023, the chairman of Lulu Group International is Yousaf Al-Yamei. He is മൊബൈൽ ഫോൺ, എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, വാക്യൂം ക്ലീനർ, സുരക്ഷാ ക്യാമറ, സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളിലൂടെ സന്ദർശകർക്ക് തത്സമയ സ്മാർട്ട് കണക്ടിവിറ്റി പരിശോധിക്കാൻ കഴിയും.
സന്ദർശകർക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലുലു കണക്ട് ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് AI ഉപയോഗിച്ച് രൂപാന്തരപ്പെടുത്തി AI വിത്ത് ലുലു കുവൈറ്റ് എന്ന ഹാഷ്ടാഗോടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് AI ജനറേറ്റ് ഇമേജ് മത്സരത്തിൽ പങ്കെടുക്കാം. ഡിജിറ്റൽ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്ത് കലാമികവും തെളിയിക്കാം. ഗെയിമിംഗ് ആരാധകർക്ക് PUBG ഗെയിമിംഗ് ചലഞ്ചിൽ തത്സമയം മത്സരിക്കാനും സമ്മാനം നേടാനും കഴിയും. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഫാമിലി പ്രിവിലേജ് കാർഡ് കൈമാറി. പത്തനംതിട്ട ജില്ലാ NRA അസോസിയേഷൻ അംഗങ്ങൾക്കാണ് ഫാമിലി ക്ലബ് പ്രിവിലേജ് കാർഡ് കൈമാറിയത്. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബത്ത, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഫൈസൽ ഹംസ എന്നിവർ ചേർന്നാണ് അസോസിയേഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ അൻവർ സാരംഗ്, പ്രസിഡന്റ് MA അൻസാരി, ജനറൽ സെക്രട്ടറി ഷമീർ റഹീം എന്നിവർ പ്രിവിലേജ് കാർഡ് ഏറ്റുവാങ്ങി. സൈലന്റ് വിസ്പേഴ്സ് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നാജിയ നാസർ എഴുതിയ കവിതാ സമാഹാരം പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് റഫീഖ് ബാബുവിന് കോപ്പി കൈമാറിയാണ് പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ അസ്ലം സീബ അധ്യക്ഷത വഹിച്ചു. റസാഖ് K സലാം സ്വാഗതവും നിസാർ മർജാൻ നന്ദിയും പറഞ്ഞു. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the last round, the final round, the fifth round based on current affairs. Question number 1 to Team A. This human skeleton shown from the waist down from the island of Borneo bears evidence that the lower left leg was amputated roughly 31,000 years ago. Name the method by which scientists were able to calculate the age of the skeleton. Carbon dating. Carbon dating. Yeah, correct answer. Well done, well done. Carbon 14 dating, the correct answer. But you gave the correct answer, we accept. Well done. Next question to Team B. Name the woman who is leading Gaganyaan mission. Is it Ritul Srivastava? Sorry, your answer is incorrect. The correct answer is VR Lalithampika. VR Lalithampika is the correct answer. Question 3 to Team C. Team C, are you ready? So this is the question. The image shows the first ever image of a black hole captured by the Event Horizon Telescope project in 2019. What is the name of the galaxy where the supermassive black hole is located? Yeah, is the answer the Milky Way? Sorry, your answer is incorrect. Next question is to Team D. Name the country where Hindi radio broadcasting started for the first time recently on April 21st, 2024. Is it Belgium? Belgium? Your answer is wrong. If I give the answer, you'll be surprised. The correct answer is Kuwait. Now we go to the second round of current affairs. The first question in the second round is to Team A. In 2024, paleontologists announced the discovery of a new species of dinosaur named Pherosaurus sastutensis. In which country was this dinosaur discovered? Name the country. Your time starts now. Brazil. Brazil? Sorry, your answer is wrong. So it is a country in North America. It is Canada. Okay, now we go to the next question to Team B. Ashwini Vaishnav, Union IT Minister of India, announced that semiconductor manufacturer Micron Technology, which is setting up its plant in India,
Micron is set to establish India's first semiconductor plant in which state? Name the state. I think the state is Gujarat. State of Gujarat. Your answer is not incorrect. That means your answer is correct. You get 10 points. Name the research institute in India that developed synthetic antigen that can boost antibody production against cancer cells. IISc? No, the correct answer is Indian Institute of Science. Indian Institute of Science. The last question in the segment is to Team D. Who was named by the Time magazine as Person of the Year for 2023? Person of the Year 2023 by the Time magazine. 10 seconds remaining. Is it Avantika? Avantika. Your answer is wrong. I'll give the answer. The correct answer is Elon Musk. Who is Elon Musk? Yes, Team C, do you know who Elon Musk is? Keep your mic, please. Yeah, He's a billionaire who owns multiple companies. multiple companies. Like Tesla. Tesla. Okay, correct answer. All the 5 rounds are over. Now the final results are ready. Team A with 50 points, Team B with 50 points, Team C 40 points, Team D 40 points. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.